രാമേശ്വരം കഫേ സ്ഫോടനത്തിൽ അന്വേഷണം ഏറ്റെടുത്ത എൻഐഎ നിലവിൽ കേസ് അന്വേഷിക്കുന്നത് ബംഗളൂരു പോലീസും സെൻട്രൽ ക്രൈംബ്രാഞ്ചും. അതിനിടെ അക്രമി കഫേക്ക് സമീപം ബസ്സിൽ വന്നിറങ്ങുന്ന സിസിടിവി ദൃശ്യം ലഭിച്ചു. അക്രമി മുഖം തൂവാല ഉപയോഗിച്ച് മറച്ച നിലയിൽ. സഭയിൽ പ്രസംഗിക്കാനോ വോട്ട് ചെയ്യാനോ കൈക്കൂലി വാങ്ങുന്ന കേസിൽ എംപിമാർക്കും എംഎൽഎമാർക്കും നിയമപരിരക്ഷയില്ല. ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അടങ്ങുന്ന 7-അംഗ ഭരണഘടനാ ബെഞ്ചിന്റേതാണ് വിധി. മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഈ മാസം 12-ന് ശേഷം ഇഡിക്ക് മുന്നിൽ ഹാജരാകും. വീഡിയോ കോൺഫറൻസ് വഴിയാകും ഹാജരാകുക. ഇഡി നൽകിയ 8ാമത്തെ നോട്ടീസിനാണ് മറുപടി. സമൻസ് നിയമവിരുദ്ധമാണെന്നും എന്നാൽ മറുപടി നൽകാൻ തയ്യാറെന്നും കെജ്രിവാൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെലങ്കാനയിലേക്ക്. ആദിലാബാദിൽ 56,000 കോടി രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. തുടർന്ന് ചെന്നൈയിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി ആണവോർജ്ജ വിഭാഗത്തിന് കീഴിലുള്ള കൽപ്പാക്കത്തെ നാഭികീയ വിദ്യുത് നിഗം ലിമിറ്റഡ് കമ്പനി സന്ദർശിക്കും. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്താൻ പോലീസ്. ഗൂഢാലോചനയ്ക്ക് വ്യക്തമായ തെളിവുകൾ ലഭിച്ചു. മർദ്ദനത്തിനു പിന്നിൽ വ്യക്തമായ ആസൂത്രണം നടന്നതായും പോലീസ്. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ അറസ്റ്റിലായ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തുന്നു. രഹാൻ, ബിനോയ്, ആകാശ് എന്നീ പ്രതികളുമായാണ് തെളിവെടുപ്പ്. ക്യാമ്പസിനുള്ളിലോ കുന്നിൻ മുകളിലാണ് തെളിവെടുപ്പ് നടക്കുന്നത്. 16-ന് രാത്രി 9 മണിക്ക് ശേഷം സിദ്ധാർത്ഥിനെ ആദ്യം എത്തിച്ചത് ഈ കുന്നിൻ മുകളിലാണ്. കൊയിലാണ്ടി SNDP കോളേജിൽ വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. 4 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസ് എടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥി കോളേജിന് രേഖാമൂലം പരാതി നൽകി. പരാതിക്കാരനായ വിദ്യാർത്ഥി റാഗിങ്ങിന് നേതൃത്വം നൽകിയത് ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായതെന്ന് SFI. PC ജോർജിനെ അനുനയിപ്പിക്കാൻ അനിൽ ആന്റണിയുടെ നീക്കം. ജോർജുമായി കൂടിക്കാഴ്ച നടത്തും. BJP നേതൃത്വത്തിന്റെ നിർദ്ദേശം പരിഗണിച്ച് അനിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി കോൺഗ്രസിൽ അന്തിമ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ. KPCC അധ്യക്ഷൻ K സുധാകരൻ ഇന്ന് ഡൽഹിയിൽ. നാളെ കോൺഗ്രസ് അധ്യക്ഷനുമായി ചർച്ച. ബുധനാഴ്ചയോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമെന്ന് സൂചന. പട്ടാമ്പി നേർച്ചയ്ക്കിടെ കൂട്ടയടി. ആഘോഷ കമ്മിറ്റികൾ തമ്മിലാണ് ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത്. രാത്രി നടന്ന ഘോഷയാത്രയ്ക്കിടെയാണ് സംഭവം. ആനപ്പുറത്തിരിക്കുന്നവരെ ആക്രമിക്കാൻ ശ്രമിച്ചതോടെ ആന വിരണ്ടോടിയെങ്കിലും അപകടങ്ങളൊന്നും സംഭവിച്ചില്ല. പാലക്കാട് നഗരത്തെ മുൾമുനയിൽ നിർത്തി ആന. പട്ടാമ്പി നേർച്ച കഴിഞ്ഞു മടങ്ങുകയായിരുന്ന ആനയാണ് പാലക്കാട് വടക്കുമുറിയിൽ ലോറിയിൽ നിന്ന് ഇറങ്ങി ഓടിയത്. ആന ചവിട്ടി ഒരാൾക്ക് പരിക്കേറ്റു. 2 പശുക്കളെയും ഒരാടിനെയും ചവിട്ടിക്കൊന്നു. തളയ്ക്കാനായത് 4 മണിക്കൂറിന് ശേഷം.